എല്ലാവരുടെയും ഡൗട്ടാണ് എന്തുകൊണ്ടാണ് നേഴ്സസ് മാൾട്ട വിട്ട് വേറെ രാജ്യങ്ങളിലേക്ക് പോകുന്നതെന്ന്. കുറേ പേര് യു കെയിലോട്ട് പോകുന്നു, കുറേ പേര് ജർമ്മനിക്ക് ജർമ്മൻ പഠിച്ച് പോകുന്നുണ്ട്. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ മാൾട്ട ഒരു ചെറിയ രാജ്യമായതുകൊണ്ട് തന്നെ അവിടെ അവർ PR കൊടുക്കുന്നില്ല, പെർമനൻറ്റ് റെസിഡൻസി കൊടുക്കാത്തത് കൊണ്ട് തന്നെ പല ആൾക്കാർക്കും അവിടെ നിൽക്കാൻ ഒരു താല്പര്യമില്ല. പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജോബ് സെക്യൂരിറ്റിയാണ്. നമുക്കൊരു PR ഇല്ലാത്തതിനാൽ ജോബ് ഇത്ര വർഷം കഴിഞ്ഞ് അവർ റിന്യൂ ചെയ്ത് കൊടുക്കും എന്നുള്ള ഒരു ഡൗട്ടും, എന്തെങ്കിലും ആളുകൾ കൂടിക്കഴിയുമ്പോൾ ഓൾറെഡി അതൊരു ചെറിയ കൺട്രി ആയതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ ഇപ്പം വളരെ കൂടുതലാണ്. ഒത്തിരി പേര് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര ക്രൗഡഡാണ്. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ആ രാജ്യത്ത് പലർക്കും ജോലികൾ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നീട് നമുക്ക് വിസ കാലയളവ് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് റിന്യൂ ചെയ്ത് കൊടുക്കുമോ എന്നുള്ള ഒരു പേടി കൊണ്ടും കൂടെയാണ് പലരും ചൂസ് ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തന്നെ ചെറിയൊരു രാജ്യമായതുകൊണ്ട് നമുക്ക് ഇപ്പോൾ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു കോളേജുകൾ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ് പോയി കഴിയുമ്പോൾ കോളേജുകളുടെ എണ്ണവും നമുക്കത് ചൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ കുറവായതുകൊണ്ടും കൂടെയാണ് പലരും സെറ്റിലാകാൻ വേണ്ടിയാണ് പല രാജ്യത്തോട്ടും വരുന്നത്. പിന്നെ ആണെങ്കിൽ മാൾട്ടയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് സൈഡ് ഒത്തിരി ഉണ്ടെങ്കിലും അവിടെ അവരുടെ മെയിനായിട്ടുള്ള ലാംഗ്വേജ് മാൾട്ടീസ് ആണ് അവരുടെ ലോക്കൽ ലാംഗ്വേജ്. എങ്കിലും ബാക്കി കാര്യങ്ങളെല്ലാം ഇംഗ്ലീഷിലാണ്, മീൻസ് പഠിത്ത കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും എല്ലാം വരുന്നത്. എങ്കിൽ പോലും ആണെങ്കിലും അവരുടെ ഒരു പ്രൊനൗൺസിയേഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇംഗ്ലീഷ് എല്ലാ കാര്യങ്ങളും ആക്സെൻറ്റും ഒക്കെ അതൊരു പ്രയോറിറ്റി ഉള്ള ഒരു കാര്യമല്ല, അതും ഒരു ഡിഫറെൻ്റ് ആണ്. മീൻസ് ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയ ഒരു ആക്സെൻറ്റ് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പം മിക്കവാറും ആൾക്കാരും കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഓർത്തിട്ടും പിന്നെയാണെങ്കിൽ അവരുടെ ഒരു ജോബ് സെക്യൂരിറ്റി ഓർത്തിട്ടും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തിട്ടാണ് അവർ മിക്കവാറും മാൾട്ട എന്ന ഈ ചെറിയ രാജ്യത്ത് നിന്ന് പോകുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം, എസ്പെഷ്യലി നേഴ്സസ് പോകുന്നത്. പിന്നെ സാലറിയിലായാലും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. മാൾട്ടയേക്കാൾ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിരിക്കും. മീൻസ് സാലറിയിൽ കുറച്ചുകൂടെ യു കെയിലാണ് കൂടുതൽ. ബട്ട് എക്സ്പെൻസസ് ആർ ഡിഫറെൻറ്റ്. രണ്ട് കൺട്രിയിലും വ്യത്യാസമുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങൾ കൊണ്ടാണ് മിക്കവാറും ആൾക്കാർ മാൾട്ടയിൽ നിന്ന് നിൽക്കുക. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മാൾട്ട ഇസ് എ ബെസ്റ്റ് കൺട്രിയാണ്. പക്ഷേ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പിന്നെയാണെങ്കിൽ ഇത് റിന്യൂ ചെയ്യുന്ന കാര്യം, ID കാർഡ് റിന്യൂ ചെയ്യാന്ന് പറയുമ്പോൾ നേഴ്സസിന് മാത്രം കണ്ടാണ് അവിടെ 3 years ആകുമ്പോൾ റിന്യൂ ചെയ്യാൻ പറ്റുന്നത്. അതേസമയം അതർ പ്രൊഫഷണൽസിന് എല്ലാ ഇയറിലും അവരുടെ ID കാർഡ് റിന്യൂ ചെയ്യണം, അവരുടെ വിസ റിന്യൂ എവറി ഇയർ. അപ്പോൾ നിങ്ങൾക്ക് ഒരു എമർജൻസി എവിടെയെങ്കിലും പോകണമെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ കാർഡ് കാരണം നിങ്ങൾക്ക് മിക്കവാറും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. നമുക്ക് നാട്ടിലേക്കൊക്കെ യാത്ര പെട്ടെന്ന് ചെയ്യേണ്ടി വന്നാൽ, ഒരു എമർജൻസി വന്നാൽ ചില സമയം ID കാർഡ് കൊടുത്ത് കുറേ മാസങ്ങളായിട്ട് കിട്ടാതെ വരും. നമുക്കൊരു എമർജൻസി പോകേണ്ടി വന്നാൽ നമുക്ക് പോകാൻ പറ്റാതെ ഇങ്ങനത്തെ ഈ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൊക്കെ ഇങ്ങനത്തെ ഒരു വിഷയങ്ങൾ ഉള്ളത് കൊണ്ടും കൂടെയാണ് പലരും മാറുന്നത്. കാരണം എവരി ഇയർ റിന്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര പ്രാക്ടിക്കലല്ല. കാരണം നേഴ്സുമാർക്ക് 3 വർഷത്തിൽ റിന്യൂവൽ ആണെങ്കിലും അവരുടെ ഫാമിലി വന്നു കഴിഞ്ഞാൽ അവർക്ക് എവരി ഇയറിൽ റിന്യൂ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഹസ്ബൻഡ്, കൊച്ചു ഒക്കെ. കാരണം ഡിപ്പെൻഡൻറ്റ് വിസ വന്നാൽ പോലും അവർ വേറെ ഒരു വിസ എടുത്ത് വർക്ക് വിസയിലേക്ക് മാറ്റിയാലേ അവർക്ക് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ കുറേ നെഗറ്റീവ്സ് ഉള്ളത് കൊണ്ടാണ് മിക്കവാറും നെഗറ്റീവ്സ് പോസിറ്റീവ് സൈഡ് ഉണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ടാണ് പലരും മാൾട്ടയിൽ നിന്ന് യു കെയിലോട്ട് അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് മാറുന്നത്. അത് മിക്കവർക്കും അതൊരു ഡൗട്ടാണ്, എന്തുകൊണ്ടാണ് മാൾട്ടയ്ക്ക് പോകുന്നതാണ് യു കെക്ക്. നിങ്ങൾക്ക് സാഹചര്യം കിട്ടുന്നിടത്തേക്ക് നിങ്ങൾക്ക് പോകാം, നിങ്ങൾക്കൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ. പക്ഷേ ഇത് ലോങ് ടൈം ആണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് സോ മാൾട്ട ഒരു ഓപ്ഷനായിട്ട് നമുക്ക് വയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. മീൻസ് നമ്മുടെ ഫാമിലിയും കൂടെ ഒരു സിംഗിളായിട്ട് ഒരാൾ നിൽക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരികയുള്ളൂ. ഫാമിലി ആയിട്ട് നിൽക്കുമ്പം നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ പ്ലസ് അതിൻ്റെ സാധ്യതകളും പിന്നെയാണെങ്കിൽ നമുക്ക് PR കിട്ടും, ഇങ്ങനത്തെ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എപ്പോഴും ബെസ്റ്റായിട്ട് ചൂസ് ചെയ്യാമെന്ന് പറയുന്നത് കൂടുതൽ നല്ലത്
മറ്റുള്ള യൂറോപ്യൻ കൺട്രീസ് ആയിരിക്കും. മീൻസ് PR കിട്ടുന്ന രാജ്യങ്ങൾ. അത് നോക്കി ചൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇപ്പം വേറെ എന്തെങ്കിലും സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ ലൈക്ക് സ്കോർ ചെയ്യാനും നിങ്ങൾക്ക് IELTS അല്ലേ വേണ്ട സ്കോർ കിട്ടാൻ പാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാൾട്ട പോലെയുള്ള കൺട്രിയിലേക്ക് നിങ്ങൾക്ക് മാറാം. അങ്ങനെയുള്ള ചെറിയ രാജ്യത്ത് പോയി അവിടുത്തെ സിസ്റ്റത്തിലേക്ക് മാറാം. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു PR ഉള്ള കൺട്രി ചൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ലോങ് ടൈം ആയിട്ട് ജീവിക്കാനാണെങ്കിൽ.